തൃശൂർ എം.എൽ.എ. പി ബാലചന്ദ്രന്റെ ഹൈന്ദവ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എം.എൽ.എ. സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ബാലചന്ദ്രൻ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഏതായാലും പി ബാലചന്ദ്രനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് BJP എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിവിധ ഹൈന്ദവ സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ്, അല്ലേ? തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എം.എൽ.എ. ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും പി ബാലചന്ദ്രന്റെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്, അല്ലേ? തീർച്ചയായും പി ബാലചന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ ആകമാനം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ നേതൃത്വത്തിലും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു. എം.എൽ.എ. ഓഫീസിലേക്ക് BJP മാർച്ച് നടന്നിരുന്നു. അത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും ജലപീരങ്കി പ്രയോഗം നടത്തുകയും ചെയ്തിരുന്നു. കൃത്യമായും ഹൈന്ദവ വിരുദ്ധത നിറഞ്ഞ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു പി ബാലചന്ദ്രൻ കഴിഞ്ഞ ദിവസം രാത്രിയിലിട്ടത്. അതിനുശേഷം അത് പിൻവലിക്കുകയുണ്ടായി. പിന്നീട് ഖേദപ്രകടനമുണ്ടായി. എന്തൊക്കെയായാലും എം.എൽ.എ. സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടുവാനുള്ള ഒരു യോഗ്യത, അത് കൃത്യമായും ഒരു സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണെന്നാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് രാവിലെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഈ എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ചുണ്ടായിരുന്നു. ആ മാർച്ചിനെയും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അവിടെ നിന്നും കൃത്യമായും ഒരു പ്രതിഷേധം, കാരണം CPI പോലൊരു സംഘടന ഈ രാജി ചോദിച്ചു വാങ്ങണം, അതായത് എം.എൽ.എ. സ്ഥാനത്തിരിക്കാൻ അർഹനല്ല പി ബാലചന്ദ്രൻ എന്നുള്ള കാര്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും വ്യക്തമാക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ CPIയുടെ നിലപാട് കൂടിയാണ് പി ബാലചന്ദ്രനിലൂടെ പുറത്തു വരുന്നതെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധത നേരത്തെ തന്നെ പ്രചരിപ്പിച്ചു തുടങ്ങിയതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ എം.എൽ.എ. ആയിരിക്കുന്ന ഈ പി ബാലചന്ദ്രനും രൂക്ഷമായി തന്നെ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. സീതാദേവിയെയും ശ്രീരാമചന്ദ്രനെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു. അവരെയൊക്കെ തന്നെ മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചു. എന്തൊക്കെയായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലല്ല കേരളത്തിലാകമാനം തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു പരാമർശം അത് കോടാനുകൂടി വരുന്ന രാമഭക്തരെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലാണ് ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ, ഈ എം.എൽ.എക്കെതിരെ തന്നെ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് BJP നേതൃത്വം. അതോടൊപ്പം തന്നെ പ്രാദേശികമായി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും അതുപോലെ എറണാകുളം കളമശ്ശേരി അടക്കം പോലീസ് സ്റ്റേഷനുകളിൽ എം.എൽ.എക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമപരമായും ഈ വിഷയത്തെ നേരിടുമെന്ന് തന്നെയാണ്, ഇതിൽ എം.എൽ.എ. സ്ഥാനം ഒഴിയുന്നത് വരെ പോരാടുമെന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളും വ്യക്തമാക്കുന്നത്. എന്തായാലും എം.എൽ.എ. ഇതിനുശേഷം ഖേദപ്രകടനമൊക്കെ നടത്തിയതിനു ശേഷം ആരോടും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഖേദപ്രകടനം ഉണ്ടായത്. എന്തായാലും ഇതൊക്കെ തന്നെ മനഃപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളും വ്യക്തമാക്കുന്നത്. കാരണം പി ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിലുപരി ഒരു എം.എൽ.എയും കൂടെയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഭരണഘടനാ ലംഘനം, അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം വിശ്വാസി സമൂഹം ഒന്നാകെ തന്നെ പി ബാലചന്ദ്രനെതിരെ രംഗത്തുണ്ട്. ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട്. രാജീവ്.